സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനടുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ രാസക്രീഡ 29, 30, 31, 32, 33 ദശമസ്കന്ധം. നാരായണീയത്തിൽ 65, 66, 67, 68, 69. രണ്ടാമത്തെ അധ്യായം 66-ാമത്തെ ദശകം. 4 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. ഭഗവാനെ പ്രാപിക്കാനും ഭഗവാനോട് സേവിക്കാനും താൽപര്യരായി വന്ന ആ ഗോപികളെ രാത്രി കാലത്ത് സ്ത്രീകൾ ഭർത്താക്കന്മാരെ വിട്ടുവരുന്നത് ശരിയല്ല എന്ന് വിപരീതം പറഞ്ഞ് മടക്കാൻ ശ്രമിക്കുന്നു. എങ്കിലും അവർ ഒരിക്കലും തിരിച്ചു പോകാൻ തയ്യാറായിട്ടല്ല വന്നിരിക്കുന്നത്. മാമാ കരുണാ സിന്ധോ പരിത്യജേത്, ഞങ്ങളെ പരിത്യജിക്കരുതേ എന്ന് പറഞ്ഞ് വളരെയേറെ കരഞ്ഞ ശ്ലോകങ്ങളൊക്കെ ഭാഗവത്തിൽ കുറേയുണ്ട്. ഇതൊക്കെയാണ് ഗോപികളുടെ വാക്കുകൾ. അതിൽ പറയുന്നുണ്ട്, ഏതൊരു ഭഗവാനെയാണ് മഹാലക്ഷ്മി ഒരു നിമിഷം പോലും വിടാത്തത്. ഭൂമിദേവി ആ സ്ഥാനം കൈക്കലാക്കുമോ, ഭൂമിദേവി പത്നിയാണ് എന്ന് വിചാരിച്ച് ഒരിക്കലും വിട്ടുകൊടുക്കാതെ ഇരിക്കുന്നത്. അങ്ങനെയുള്ളതായിരിക്കണം ഭഗവത് പാദത്തെ സേവിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കണം. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് വേറൊരു പുരുഷൻ്റെ കൂടെ ഒന്നും ഞങ്ങൾ പോയിട്ടില്ല, പോവില്ല, സംശയിക്കും വേണ്ട. പരപുരുഷനെ തേടി വന്നവരല്ല ഞങ്ങൾ, പരമപുരുഷനെ തേടിയിട്ട് വന്നവരാണ്. ഒരക്ഷരത്തിൻ്റെ വ്യത്യാസം ആലോചിച്ച് നോക്കൂ. പരപുരുഷനും പരമപുരുഷനും അവിടെ വ്യക്തമാക്കുന്നുണ്ട് അവർ. ആ ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ടാണ് പറയണം, ഞങ്ങൾ പരപുരുഷ സ്നേഹികളല്ല, പരമപുരുഷ സ്നേഹികളാണ്. ആരാ പരമപുരുഷൻ? ഈശ്വരൻ. അതേ തെറ്റാണെന്ന് ഏത് ശാസ്ത്രവും വേദവും പറഞ്ഞിരിക്കണം, സ്ഥാപിക്കണം അവർ ശരിക്കും. അങ്ങനെ യമുനാപുളിനത്തിൽ അവരോടുകൂടി വിഹരിക്കാം. അവർ അതിന് അർഹരാണ്. അവരുടെ ഭക്തി ശുദ്ധമാണ്, കളങ്കമില്ലാത്തതാണ് എന്ന് ബോധ്യപ്പെട്ട ഓരോരുത്തരെയും ഭഗവാൻ അങ്ങനെ കണക്കാക്കിയിട്ട് എടുക്കുള്ളൂ. തങ്കം ഉരച്ച് നോക്കിയിട്ട് അത് ശരിക്കും എത്ര ക്യാരറ്റ് ഉണ്ട് എന്ന് നോക്കിയല്ലാണ്ട് എന്നും ഭഗവാൻ, പ്രത്യേകിച്ച് വിഷ്ണു, ഒരാളെ ഭക്തന്മാരുടെ ലിസ്റ്റിൽ പെട്ടിട്ടില്ല. ശിവൻ എന്താ ചോദിച്ചാൽ കൊടുക്കും, ചിലപ്പോൾ ദേവിയും കൊടുത്തു എന്ന് വരും. വിഷ്ണുവിൻ്റെ അടുത്ത് ആ കളി നടക്കില്ല. തൻ്റെ ഭക്തൻ എത്രയുണ്ട് എന്ന് ഗ്രാം കണക്കിന് തൂക്കിയിട്ടേ അവർക്ക് അനുഗ്രഹം കൊടുക്കില്ല. അങ്ങനെ അഹങ്കരിച്ചിട്ട് തോന്നിയത് കാട്ടി നശിക്കും. അതാണ് അതിനോടുള്ള കാരുണ്യം കൊണ്ടാണത്, അല്ലാണ്ടൊന്നുമല്ല. അപ്പം അതുകൊണ്ട് ഇവിടെ അവരെ പരീക്ഷിച്ചറിഞ്ഞു, അവരോടുകൂടി രമിക്കാൻ നിശ്ചയിച്ചു. ചന്ദ്രകര ചന്ദലത സുന്ദര യമുനാ തടാന്തവീദീഷു ഗോപീജനോത്തരീയേരാപാതിതത്തം സ്തരോ നിഷീദത്വം. യമുനാ പുളിനത്തിൽ ചന്ദ്രിക നിറഞ്ഞ രാത്രിയിൽ അവരവരുടെ ഉത്തരീയങ്ങളൊക്കെ വിരിച്ച് അവിടെ ഇരുന്നു. കടൽ തീരത്തോ ബീച്ചിലോ നമ്മളിപ്പോൾ ഈ ഷോളൊക്കെ വിരിച്ചിരിക്കണ പോലെ എന്ന് പറയാം. ഇപ്പൊക്കെ ചുരിദാറും ഷോളും ആയതുകൊണ്ട് അങ്ങനെ പറയുക നല്ലത്. ഷോള് വിരിച്ചുക, ഷോൾ കൊണ്ട് വീശുക. ശരീരത്തിൽ ധരിക്കുന്നതല്ലാത്ത ചില കാര്യങ്ങൾ ഷോളിൻ്റെ ആവശ്യം വന്നാൽ ചിലപ്പോൾ തുടയ്ക്കാനും, എന്നാൽ അതിൻ്റെ ആവശ്യമല്ലല്ലോ. ഇവിടെ ഇപ്പോൾ ഇരിക്കാൻ അവർ ഉത്തരീയം, ചില ഷോളുകളെ പോലുള്ള ഉത്തരീയം മേൽ ധരിച്ചിട്ടുള്ളതാവാം. ചന്ദ്രിക വിരിഞ്ഞതായിരിക്കുന്ന, നിറഞ്ഞ് ഉദിച്ചതായിരിക്കുന്ന ആ രാത്രിയിൽ സുന്ദരമായിട്ടുള്ള യമുനാതടം, അവിടെ ചന്ദ്രകര സ്യന്തലത സുന്ദര യമുനാ തടാന്തവീദീഷു. പ്രത്യേക ഒരു വ്യാഖ്യാനം ആവശ്യമില്ല, കേട്ടാൽ തന്നെ അറിയാം. ചന്ദ്രകര സ്യന്ത ലസത്, ലസത്വന ശോഭിക്കുന്ന, എന്ത് ശോഭിക്കുന്ന? ചന്ദ്രകരം, ചന്ദ്രൻ്റെ കിരണം, കരം കിരണം. സുന്ദര യമുനാ തടാന്തവീദീഷു, വ്യക്തം അർത്ഥം. എന്നിട്ടോ ഗോപീജനോത്തരീയൈ, ഗോപീജനങ്ങളുടെ മേൽ വസ്ത്രം വിരിച്ച് അവിടെ ഇരുന്നു. ആപാതിത സംസ്തരോ നിഷീദത്വം, ആ വിരുന്തിരുവടി അവിടെ ഇരുന്നരുളി. വളരെ മറ്റൊരു ചന്ദ്രനെ പോലെ പറഞ്ഞാൽ പോരാ, ചന്ദ്രനേക്കാൾ സൂര്യനേക്കാൾ
ഇനി ഇതിനേക്കാൾ തുല്യതയില്ലാതെ ഭഗവാന് തുല്യതയുള്ള വിരാജിച്ചു. രാത്രിയാണെങ്കിലും രാത്രിയാണ് എന്ന തോന്നൽ ഒട്ടും ഉണ്ടായില്ല. രാത്രിയുടെ ഭയാനകതയ്ക്കൊക്കെ അവധി കൊടുത്തു. ഭഗവാനുള്ളപ്പോൾ എന്ത് പേടിയാണ് പിന്നെ? അതൊന്നും ഭയപ്പെടാതെ രാത്രിയുടെ ആ ചീത്ത വശങ്ങളൊക്കെ പോയി നല്ലത് മാത്രം അനുഭവിച്ച് ആനന്ദത്തോടു കൂടി ഗോപീകൃഷ്ണന്മാർ യമുനാ തീരത്ത് ഇരുന്നു. സുമധുര നിർമാലപനൈ കരസംഗ്രഗണൈ ച ചുംബനോല്ലാസൈ ഗാഠാലിംഗന സങ്കേതമംഗനാലോകമാകുലീശ കൃഷേ. സുമധുര നിർമാലപനെ, പലവിധ നർമ്മങ്ങളും തമാശകളും ഫലിതങ്ങളും തമാശകളും പറഞ്ഞുകൊണ്ട്, നിർമാലപനം തമാശ പറഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും, കരസംഗ്രഗണയിച്ച ചുംബനോല്ലാസൈ, കൈകൾ പിടിക്കൽ, ചുംബനോല്ലാസം ചുംബനം മുതലായിട്ടുള്ള ഗാഠ ആലിംഗന സംഗൈ, ആലിംഗനം ഗാഠാലിംഗന സംഗൈ, ഗാഠമായിരിക്കുന്ന ആലിംഗനം മുതലായ, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യമാണ് കേട്ടോ അവിടെ കാണേണ്ടത്, വേറൊന്നും കാണരുത്. ഗാഠാലിംഗന സംഗൈ, ഭഗവാൻ അങ്ങനെ ആലിംഗനം ചെയ്തിട്ടുള്ള സന്ദർഭങ്ങൾ വളരെ കുറവാണ്. ഒന്ന് സ്ത്രീകളെ ഇതാ ഇപ്രകാരം. പിന്നെ ഹനുമാനെ ആലിംഗനം ചെയ്തു. സീതയെ കണ്ടുവന്നപ്പോൾ ഇത്തരം പ്രവൃത്തി ഹനുമാൻ അങ്ങേക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ എത്ര അധികം കോടി വാനരന്മാരുണ്ടായിട്ടും സമുദ്രം കടക്കാൻ ഒരൊറ്റ ഒന്നിനും സാധിച്ചില്ല. പിന്നെ ചിറ കെട്ടിയിട്ടാണ് എല്ലാവരും കടന്നത്. ചിറ കെട്ടാതെ കിടക്കാൻ ആദ്യം അങ്ങനെ വേണമല്ലോ. സീതാദേവി അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ സാധിച്ചത്. എന്നിട്ട് വേണ്ടേ ചിറകെട്ട, അല്ലെങ്കിൽ ഇതൊക്കെ വേസ്റ്റ് ആവില്ലേ അവിടെ ഇല്ല വെച്ചാലോ. ഉണ്ടെന്ന് ഭഗവാൻ അറിയാം, എന്നാലും മനുഷ്യനാവുമ്പോൾ അറിയില്ല എന്ന് തന്നെ നടിച്ചിട്ട് വേണമല്ലോ അവിടേക്ക് എത്താൻ. ഹനുമാൻ്റെ ഒരു പ്രത്യേകത അതാണ്. ദേവൈരപി ദുരാസതം, ദേവന്മാർക്ക് പോലും പറ്റാത്ത കാര്യമാണ് ഹനുമാൻ ചെയ്തത്. അപ്പോൾ ആ ഹനുമാനെ ഗാഠാലിംഗനം മാറോട് ചേർത്തു, കുചേലനെ മാറോട് ചേർത്തു. പിന്നെ ലക്ഷ്മി ദേവിയെ ചേർക്കാറുണ്ട്. അപ്പം എന്താ പ്രിയതമയാണ്. അക്രൂരനെ, ഉദ്ധവനെ, ഇങ്ങനെ വിരലിലെണ്ണാവുന്നവരെ മാത്രമേ ഭഗവാന്മാരോട് ചേർത്തിട്ടുള്ളൂ. വേറെ എത്രയോ സ്ത്രീകളുണ്ട് ഗോപികളല്ലാതെ, അവരെയൊക്കെ ചേർത്തിട്ടുണ്ടോ? ഇല്ല. ഗോപികൾ ഭക്തകളാണ്, അതുകൊണ്ട് മാത്രം അവരെ സ്വന്തം എന്ന നിലയ്ക്ക് ചേർത്തു. ഗാഠാലിംഗന സംഗൈ ത്വം അങ്കനാലോകമാകുലീച്ച കൃഷേ, ആ അങ്കനാലോകത്തെ സന്തോഷിപ്പിച്ചു. ചന്ദ്രകരസ്യന്തലത സുന്ദരയമുനാ തടാന്തവീതീഷു ഗോപീജനോത്തരീയൈ ആപാദിത സംതരോ നിഷീദത്വം സുമധുര നിർമാലപനൈ. നിർമാലാപനം ചില ദിക്കിൽ ഹ്രസ്വം ദീർഘവും ദീർഘം ഹ്രസ്വവും സംസ്കൃതത്തിൽ അനുവദിക്കപ്പെട്ടതാണ്. ആലാപനത്തെ ഇവിടെ നർമാലാപനം ആക്കി. ചിലപ്പോൾ ഹ്രസ്വമുള്ളതിനെ ദീർഘാക്കിയാൽ ശരിയാവുക വെച്ചാൽ അങ്ങനെയും ചെയ്യും. അത് അനുവദിക്കപ്പെട്ടതാണ്. സുമധുര നിർമാലപനൈ കരസംഗ്രഗണയിച്ച ചുംബനോല്ലാസൈ, കരസംഗ്രഗണം ചുംബനം മുതലായിട്ടുള്ളവരെ കൊണ്ട് ആലിംഗനം കൊണ്ടും, ഗാഠാലിംഗന സംഘേ ത്വം അങ്കനാലോകമാകുലീച്ച കൃഷേ, ആ ഗോപസ്ത്രീകളെ എല്ലാവരെയും അങ്കനാലോകം എന്ന് പറഞ്ഞാൽ ഗോപസ്ത്രീകളെ മൊത്തം സന്തോഷിപ്പിച്ചു. ആനന്ദ തരളിതർ ആക്കി തീർത്തു എന്നർത്ഥം. വാസോഹരണദിനേ യത് വാസോഹരണം പ്രതിശ്രുതന്താസാം തദപി വിഭോ രസവിവശസ്വാന്താനാം കാന്തസുബ്രുവാമദദാ. വിഭോ അങ്ങ് എന്ത് ചെയ്തു? വസ്ത്രാപഹരണം നടന്ന ദിവസം, കുളിക്കണ സമയത്ത് ഈ വസ്ത്രമൊക്കെ എടുത്ത് വൃക്ഷത്തിൻ്റെ മുകളിൽ കെട്ടുണ്ടായി, ഗോപീ വസ്ത്രാപഹരണം. ആ ദിവസം പ്രതിജ്ഞ ചെയ്തിരുന്നു. എന്ത്? ഒരു ദിവസം ഞാൻ നിങ്ങളുടെ വസ്ത്രവും അപഹരിച്ച് നിങ്ങൾക്ക് ആനന്ദം നൽകാം എന്ന്. ഇവിടെ 2 വാസോഹരണമുണ്ട്. വാസോഹരണദിനെ എന്ന് പറഞ്ഞാൽ വസ്ത്രമെടുത്ത് മരത്തിൻ്റെ മുകളിൽ കെട്ടിയ ദിവസം, ഗോപീ വസ്ത്ര അപഹരണമാണ്. രണ്ടാമത്തെ ഏത്? വാസോഹരണം. അത് ഇവരോട് കൂടിയിട്ടുള്ള ലീലയുടെ ഇടയിൽ ശരീരത്തിലത്തെ വസ്ത്രം മാറ്റലാണ്.
അവിടെ ശരീരവുമായിട്ടുള്ള ബന്ധപ്പെടുന്നത് തന്നെയാണ്. വാസോഹരണം പ്രതിഷ്ഠിതം ദാസാം, ഏതൊരു ദിവസം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രം മാറ്റി നിങ്ങളെ ആനന്ദിപ്പിക്കുന്നത് പ്രതിജ്ഞ ചെയ്തുവോ, ആ ദിവസം പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്നാണ്. അതിവിടെ പ്രാവർത്തികമാക്കി ഈ ദിവസം. തദപി വിഭോ രസവിവശ സ്വാന്താനാം കാന്തതുബ്രു വാമദത, അത് ഇപ്പോൾ അവർക്ക് പ്രതിശ്രുതം, നേരത്തെ പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത, വാക്ക് കൊടുത്തതിനെ ഇവിടെ പ്രാവർത്തികമാക്കി എന്ന് പറഞ്ഞിരിക്കുന്നു. ശുഭദിന ആശംസകളോട് കൂടിയിട്ട് നിർത്തുന്നു. നമസ്കാരം.